ഹിന്ദുക്കൾക്ക് ഇവൻ മഹിരാവണൻ, ഇസ്ലാമിൽ അവനെ ഇബിലിസ് എന്ന് പറയും. ക്രിസ്ത്യാനികൾക്കിടയിൽ ഇവൻ ഒരു പേരേ ഉള്ളൂ, ലൂസിഫർ. ലൂസിഫർ എന്ന ചിത്രത്തിൽ ഇന്ദ്രിയത്തിൻ്റെ ഗോവർദ്ധനൻ പറയുന്ന ഡയലോഗ്. PKR എന്ന വൻമരം വീണ ശേഷം ഇനി ആരെന്ന ചോദ്യത്തിലേക്ക് മോഹൻലാലിൻ്റെ സ്റ്റീഫൻ നെടുമ്പള്ളിയെ പ്രതിഷ്ഠിക്കുന്ന വാക്കുകൾ. ശരിക്കും ആരാണ് ലൂസിഫർ? ചെകുത്താനോ ദൈവപുത്രനോ, അതോ ഇത് രണ്ടുമോ? ലൂസിഫർ, ഹീബ്രുവിൽ ഹെലേൽ, അർത്ഥം അരുണോദയ നക്ഷത്രം. ക്രിസ്ത്യാനികൾക്ക് ബൈബിളിലാണ് ലൂസിഫറിനെ പരിചയം. പഴയ നിയമത്തിലെ എഹെസ്കേലിന്റെ പുസ്തകം 28-ാം അധ്യായം 15-ാം വാക്യത്തിൽ, നിന്നെ സൃഷ്ടിച്ച നാൾ മുതൽ നിങ്ങൾ നീതികേട് കണ്ടതുവരെ ഈ നടപ്പിൽ നിഷ്കളങ്കനായിരുന്നു എന്നാണ് ലൂസിഫറിന്റെ ഇൻട്രോ. മാലാഖ വൃന്ദത്തിലെ ഏറ്റവും ഉന്നത വർഗമായ കെരൂബുകളിലെ പ്രധാനി, സൗന്ദര്യത്തിലും പ്രഭയിലും ജ്ഞാനത്തിലും അഭിരമിച്ച് അഹങ്കാരിയായി മാറിയ മാലാഖ. പഴയ നിയമത്തിൽ തന്നെ യെശയ്യാ പ്രവചനത്തിലേക്ക് എത്തുമ്പോൾ ലൂസിഫറിന്റെ വീഴ്ചയുടെ കാരണം കണ്ടെത്താം. 14-ാം അധ്യായം 12 മുതലുള്ള വാക്യം, അരുണോദയപുത്രനായ ശുക്ര, നീ എങ്ങനെ ആകാശത്തു നിന്ന് വീണു? ജാതികളെ താഴ്ത്തിക്കളഞ്ഞവനെ, നീ എങ്ങനെ വെട്ടേറ്റ് നിലത്തു വീണു എന്നാണ് ചോദ്യം. ഞാൻ സ്വർഗത്തിൽ കയറും, എൻ്റെ സിംഹാസനം ദൈവത്തിൻ്റെ നക്ഷത്രങ്ങൾക്ക് മീതെ വയ്ക്കും എന്ന് തുടങ്ങി, മേഘോന്നതങ്ങൾക്ക് മീതെ കയറി അത്യുന്നതനോട് സമനാകും എന്നല്ലോ നീ ഹൃദയത്തിൽ പറഞ്ഞത് എന്നിങ്ങനെ പോകുന്നു മറുപടി. സ്വർഗം തള്ളിയ ലൂസിഫർ അന്നു മുതൽ ഭൂമിയിലാണ്. അവിടെ സാത്താൻ്റെ പരിവേഷമാണ് ലൂസിഫർ. ഉൽപ്പത്തി പുസ്തകത്തിൽ ആദത്തിനും ഹവ്വയ്ക്കും സ്വർഗം നഷ്ടപ്പെടാൻ കാരണം സാത്താനാണ്. അവിടെ സർപ്പമായി എത്തിയത് സാത്താനാണെന്നാണ് വിവക്ഷ. സ്വർഗത്തിൽ നിന്ന് ഇറക്കപ്പെട്ടെങ്കിലും ദൈവസന്നിധിയിൽ ദൈവപുത്രന്മാർക്കൊപ്പം സാത്താനെയും കാണുന്നതായി ഇയ്യോബിൻ്റെയും സെക്കരിയായുടെയും പുസ്തകങ്ങളിൽ കാണാം. ദൈവത്തെ പോലെ ആരാധിക്കപ്പെടാൻ യോഗ്യനാണെന്നാണ് ലൂസിഫറിൻ്റെ ബോധ്യം. അതിനായി മനുഷ്യരെ തൻ്റെ കീഴിലാക്കുകയാണ് ലക്ഷ്യം. പുതിയ നിയമ പുസ്തകമായ മത്തായി സുവിശേഷത്തിലെത്തുമ്പോൾ ദൈവപുത്രനായ യേശുവിനോടും തന്നെ ആരാധിക്കാൻ സാത്താൻ പറയുന്നതായി കാണാം. നന്മയുടെയും തിന്മയുടെയും നിറം പടർന്ന കഥകളിലൊക്കെ ലൂസിഫറിന് സ്ഥാനമുണ്ട്. മതപരമായ തെറ്റുകളും ശരികളുമൊക്കെ പിറവിയെടുത്തപ്പോൾ തെറ്റിൽ നിന്നും പാപങ്ങളിൽ നിന്നുമൊക്കെ ആളുകളെ പിന്തിരിപ്പിക്കാൻ പറഞ്ഞ കഥകളിലെ നായകൻ ലൂസിഫറായിരുന്നു. കാലാന്തരത്തിൽ അതിന് പുതിയ നരേറ്റീവുകൾ ഉണ്ടായി. 1300-കളിൽ ദാന്തെ അലിഖിരി എഴുതിയ ഡിവൈൻ കോമഡിയിൽ ലൂസിഫറിനെ പരാമർശിക്കുന്നുണ്ട്. നരകത്തിൻ്റെ വളരെ ഇടുങ്ങിയ അടിഭാഗത്ത് ഉറഞ്ഞ മഞ്ഞിൽ അരയോളം മുങ്ങി നിൽക്കുന്ന ഭീമാകാരനായ ലൂസിഫർ. അയാൾ വലിയ ചിറകുകൾ അടിച്ചുകൊണ്ടിരുന്നു. തലയിൽ 3 മുഖങ്ങൾ, കണ്ണുകളിൽ നിന്ന് ഘനീഭവിച്ച രക്തം കണ്ണീരായി ഒഴുകുന്ന കഥാപാത്രമാണ് ലൂസിഫർ. 1967-ൽ ജോൺ മിൽട്ടൺ രചിച്ച പാരഡൈസ് ലോസ്റ്റ് എന്ന ഇതിഹാസ കാവ്യത്തിൽ ദൈവത്താലും ദൈവപുത്രന്മാരാലും കീഴ്പ്പെടുത്തപ്പെടാൻ ആഗ്രഹിക്കാത്തവരാണ് ലൂസിഫർ. എല്ലാ മാലാഖമാരും സ്വയം പിറവിയെടുത്താണെന്ന് വിശ്വസിച്ചുകൊണ്ട് ദൈവിക സൃഷ്ടി എന്ന ആശയത്തെ എതിർക്കുന്നു. സ്രഷ്ടാവെന്ന ദൈവത്തിൻ്റെ അധികാരത്തെ നിരാകരിച്ചുകൊണ്ട് മറ്റൊരു തരത്തിലൊരു ഹീറോയിസമാണ് അവിടെ സൃഷ്ടിക്കപ്പെടുന്നത്. ഒരുപക്ഷെ ഒരു റിബൽ. ഗോയിതയുടെ ഫൗസ്റ്റിൽ മനുഷ്യാത്മാക്കളെ വിലപേശി വാങ്ങുന്ന സാത്താനെ കാണാം. കോട്ടയം പുഷ്പനാഥും ലൂസിഫർ എന്ന പേരിൽ ഒരു നോവൽ എഴുതിയിട്ടുണ്ട്. പക്ഷെ അതിന് ബൈബിളിലെ ലൂസിഫറുമായി ബന്ധമില്ല. 2014-ൽ പ്രസിദ്ധീകരിച്ച നീൽ ഗെയിമിൻ്റെ ദി സാൻഡ്മാൻ എന്ന കോമിക്കിൽ ലൂസിഫർ ആളൊരു പരിഷ്കാരിയാണ്. മനുഷ്യർ തന്നെ പിശാചായി കാണുന്നതിൽ എതിർപ്പ് പ്രകടിപ്പിച്ച് എല്ലാ കാലത്തേക്കും നരകം ഭരിക്കേണ്ടി വന്നതിൻ്റെ അമർഷത്തിൽ നരക കവാടം പൂട്ടുന്ന ലൂസിഫറിനെ കാണാം. നരകാധിപതി ജീവിതം മടുത്ത ലൂസിഫർ നൈറ്റ് ക്ലബ്ബ് തുടങ്ങുന്നതും കേസ് അന്വേഷണത്തിൽ പോലീസിനെ സഹായിക്കുന്നതുമൊക്കെയായി രസകരമായിരുന്നു ആ നരേഷൻ. 2016-ൽ ലൂസിഫർ എന്ന പേരിൽ അത് പരമ്പരയുമായി. ഇത്തരത്തിൽ നരേറ്റീവുകൾ മാറി മാറി വന്നപ്പോൾ സാത്താനും പിശാചുമായ ലൂസിഫറിന് കിട്ടിയത് പുതിയൊരു പ്രതിച്ഛായയാണ്. വ്യവസ്ഥിതികളോട് കലഹിച്ച കഥാപാത്രമായി ലൂസിഫർ മാറി. എല്ലാം ദൈവസൃഷ്ടിയാണെന്ന വാദത്തെ ചോദ്യം ചെയ്തുകൊണ്ട് ഈശ്വരവാദത്തിൻ്റെ അന്ധതയെ പൊടിച്ചെഴുതിയ അവതാരം. സ്വന്തം ശേഷിയിലും കഴിവുകളിലുമുള്ള ബോധ്യമാണ് ലൂസിഫറെ ദൈവത്തിന് സമനാകാൻ പ്രേരിപ്പിച്ചത്. അല്ലാതെ അയാൾ പൂർണ്ണമായും തെറ്റുകാരനല്ല. അങ്ങനെ ലൂസിഫർ ദൈവവിരോധിയും വിപ്ലവകാരിയും റിബലുമൊക്കെയായി മാറുന്നു. ലൂസിഫറിൻ്റെ പോരാട്ടം അത്രയും ദൈവരാജ്യ സങ്കല്പങ്ങൾക്കും വ്യവസ്ഥിതിക്കുമെതിരാണ്. അതിലെ ശരിതെറ്റുകളാണ് ചോദ്യം ചെയ്യപ്പെടുന്നത്. ലൂസിഫറിൻ്റെ പോരാട്ടങ്ങളിൽ മനുഷ്യരോ മനുഷ്യവംശമോ ഒരിക്കൽ പോലും ശത്രുപക്ഷത്ത് വരുന്നുമില്ല. അതുതന്നെയാണ് ലൂസിഫറിലും എംബ്രാനിലുമായി പൃഥ്വിരാജും പറഞ്ഞു വയ്ക്കുന്നത്. ഈ നാടിനെ പത്തിവിരിച്ച് കാക്കാനും ഒറ്റക്കൊത്തിന് തീർക്കാനും ശേഷിയുള്ള രാജവെമ്പാല, ഡ്യൂബിയസ് റെക്കോർഡുള്ള സ്റ്റീഫൻ നെടുമ്പള്ളി. ഹിന്ദുക്കൾക്ക് ഇവൻ മഹിരാവണൻ, ഇസ്ലാമിൽ അവനെ ഇബിലിസ് എന്ന് പറയും. ക്രിസ്ത്യാനികൾക്കിടയിൽ ഇവനൊരു പേരേയുള്ളൂ, ലൂസിഫർ എന്ന ഗോവർദ്ധൻ്റെ ഡയലോഗിനിപ്പുറമാണ് മോഹൻലാലിൻ്റെ ഇൻട്രോ. ഖുറേഷി അബ്രാം ഗ്യാങ് എന്ന ലോകമെങ്ങൻ നെറ്റ്വർക്കുള്ള സംഘത്തിൻ്റെ അധിപനാണ് കേരളത്തിൽ സ്റ്റീഫൻ നെടുമ്പള്ളിയായി അവതരിക്കുന്നത്. യുദ്ധം,
നന്മയും നന്മയും തമ്മിലല്ല, തിന്മയും തിന്മയും തമ്മിലാണെന്നും ദിസ് ഡീൽ ഈസ് വിത്ത് എ ഡെവിൾ എന്നുമൊക്കെ പറഞ്ഞ് ആ ഗ്രേ ഷെയ്ഡ് നിലനിർത്തിക്കൊണ്ട് തന്നെയാണ് സ്റ്റീഫന്റെ പോരാട്ടം. ലൂസിഫറിൽ PKRന്റെ മരണശേഷം അധികാരമെത്തുന്നത് ടൊവിനോ തോമസിന്റെ ജതിൻ രാംദാസിലേക്കാണ്. ദൈവപുത്രൻ എന്നാണ് ജതിന് ലഭിക്കുന്ന വിശേഷണം. കേരളത്തിന്റെ ഭരണം ജതിനെ ഏൽപ്പിച്ചിട്ട് പോകുന്ന സ്റ്റീഫൻ നെടുമ്പള്ളിയിലാണ് ലൂസിഫർ അവസാനിക്കുന്നത്. ഇനിയൊരു തിരിച്ചുവരവ് ഉണ്ടാകില്ല എന്ന് പറയുമ്പോൾ ഫാസിലിന്റെ അച്ഛൻ കഥാപാത്രം സ്റ്റീഫനോട് കുമ്പസാരിക്കാൻ പറയുന്നുണ്ട്. എന്നാൽ ചെയ്ത പാപങ്ങൾക്കല്ലേ ഫാദർ കുമ്പസാരിക്കാൻ പറ്റൂ, ചെയ്യാൻ പോകുന്ന പാപങ്ങൾക്ക് പറ്റില്ലല്ലോ എന്നാണ് സ്റ്റീഫന്റെ മറുപടി. ദൈവികമായ യാതൊരു അധികാരത്തിനും കീഴ്പ്പെടാത്ത ലൂസിഫറിന്റെ തനി സ്വഭാവം. എമ്പുരാനിലേക്ക് എത്തുമ്പോൾ ദൈവത്തിന്റെ സ്വന്തം നാടിനെ രക്ഷിക്കാൻ സ്റ്റീഫനോട് മടങ്ങി വരാൻ ആവശ്യപ്പെടുന്ന ശബ്ദം ഗോവർദ്ധനൻ്റെതാണ്. ദൈവപുത്രൻ തെറ്റ് ചെയ്യുമ്പോൾ ചെകുത്താനെ അല്ലാതെ വേറെ ആരെയാണ് ആശ്രയിക്കുക എന്നാണ് ഖുറേഷി അബ്രഹാം പറയുന്നത്. മനുഷ്യന് മുകളിൽ ഒരു രക്തബന്ധത്തിലും വിലയുണ്ടെന്ന് കരുതുന്നില്ലെന്ന മഞ്ജു വാര്യരുടെ പ്രിയദർശിനി രാംദാസ് പറയുമ്പോൾ ഇക്കുറി സ്റ്റീഫന്റെ പോരാട്ടം ആർക്കെതിരെയാണെന്നും വ്യക്തമാകുന്നു. എല്ലാത്തിനും മേലെയാണ് ട്രെയിലറിലെ ഫാസിലിന്റെ അച്ഛൻ കഥാപാത്രത്തിന്റെ ഡയലോഗ്. പിതാവിൻ്റെയും പുത്രൻ്റെയും ഇടയിൽ വിരിഞ്ഞ ഇരുട്ടിൻ്റെ പൂവ്, തമോഗോളങ്ങളുടെ എമ്പുരാൻ. ബിബ്ലിക്കലായി ചിന്തിച്ചാൽ പിതാവ് എന്നാൽ ദൈവമായ യഹോവ, പുത്രൻ യേശു ക്രിസ്തു. അപ്പോൾ അതിനൊപ്പം നിൽക്കുന്നവൻ, അതാണ് ഇരുട്ടിൻ്റെ പൂവായി എമ്പുരാനിൽ നിറയുന്ന ലൂസിഫർ, തമോഗോളങ്ങളുടെ എമ്പുരാൻ. ദൈവപുത്രന്മാരുടെ ശരിതെറ്റുകൾക്ക് വിധി എഴുതാൻ വീണ്ടും വരുന്നു. യെസ്, സ്റ്റീഫൻ ഈസ് കമ്മിങ് ബാക്ക് ആസ് ലൂസിഫർ to save God's own country.